Welcome to exam package part 34+1. നമ്മളിന്ന് ഈ റെസോണൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതെന്താണെന്നൊന്നറിയാം. വൈബ്രേഷൻസ് നമ്മൾ പഠിച്ചതാണ്, സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻസ്. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള വൈബ്രേഷൻ. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത കേസ്. അതിന് കാരണം പറഞ്ഞാൽ എനർജി നഷ്ടപ്പെടുത്തുന്ന ഫോഴ്സുകളൊന്നും രംഗത്തുണ്ടാവാതിരിക്കുക. പക്ഷെ അത് സാധ്യമല്ല. നമ്മുടെ യാഥാർത്ഥ്യത്തിൽ ഇപ്പോൾ സിമ്പിൾ പെൻഡുലം കെട്ടി തൂക്കിയിട്ട് ആടുമ്പോൾ തന്നെ എയറിൻ്റെ റെസിസ്റ്റൻസ് അവിടെ കയറി വരും. അതിനെയാണ് ഡാമ്പിങ് എന്ന് പറയുന്നത്. എനർജി, ഓസിലേറ്ററിൻ്റെ എനർജി കുറേശ്ശെ വേസ്റ്റ് ആക്കുന്ന ഘടകങ്ങളെയാണ് ഡാമ്പിങ് ഫോഴ്സുകളെന്ന് വിളിക്കുക. അപ്പോൾ എയർ റെസിസ്റ്റൻസ്, ലിക്വിഡ്സ് ആണെങ്കിൽ ലിക്വിഡ്സിനകത്ത് ഒരു വസ്തു വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി, ഇതെല്ലാം ഈ വൈബ്രേറ്ററിൻ്റെ എനർജിയെ കൺസ്യൂം ചെയ്തിട്ട് വൈബ്രേഷൻ പെട്ടെന്ന് നിന്നുപോകും. അപ്പോൾ അങ്ങനെയുള്ള ഘടകമൊന്നും എടുക്കാതെ ആണ് നമ്മൾ വൈബ്രേഷനെ പറ്റി പഠിച്ചത്. അതിനെ സിമ്പിൾ ഹാർമോണിക് വൈബ്രേഷൻ എന്ന് പറയാം. അവിടെ ഒരേ ഒരു ഫോഴ്സേ ആക്ട് ചെയ്യുന്നുള്ളൂ. അതിന് പറയുന്ന പേരാണ് ലീനിയർ റെസ്റ്റോറിങ് ഫോഴ്സ്. F equals minus K into X. K is a constant. അതിന് പറയുന്ന പേരാ സ്പ്രിങ് ഫാക്ടർ, അല്ലെ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറയും. എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസ്റ്റിംഗ് പൊസിഷനിൽ നിന്ന് പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കുറവുള്ള സ്ഥാനം ഏതോ അതാണ് റെസ്റ്റിംഗ് പൊസിഷൻ. ഓസിലേറ്റ് ചെയ്യാതെ നിൽക്കുമ്പോൾ ഇതെപ്പോഴും അവിടെ വന്ന് സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ. ആ റെസ്റ്റിംഗ് പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റാണ് എക്സ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷനിലാണ് ഈ റെസ്റ്റോറിങ് ഫോഴ്സ്. അതാ എഫ് ഈസ് കെ എക്സ് എന്ന് പറയും. ഡയറക്ഷൻ ഓപ്പോസിറ്റ്, അതിനാണ് മൈനസ് ഇട്ടിരിക്കുന്നത്. ഇത്തരം വൈബ്രേഷനെ അൺഡാംഡ് വൈബ്രേഷൻസ് എന്ന് വിളിക്കുക. ഡാമ്പിംഗ് ഒന്നും ഇല്ല. അത് ഐഡിയൽ കേസാണ്. അവിടെ നമ്മൾ കണ്ട ഒരു കാര്യം, ഇപ്പോൾ സിമ്പിൾ പെൻഡുലമാണ് പീരീഡ് T equals 2 pi root of L by G. L is the length of the pendulum, G is the acceleration due to gravity. ഇത് പെൻഡുലത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. പെൻഡുലത്തിൻ്റെ സ്വന്തമായിട്ടുള്ളത് ഇവിടെ ലെങ്ത് മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസി എടുക്കുകയാണെങ്കിൽ 1 പീരീഡ് ആ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 1 പീരീഡ് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2 pi root of G by L. അപ്പോൾ ഈ ഫ്രീക്വൻസി പെൻഡുലത്തിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ലോഡ് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിങ്ങിൻ്റെ വൈബ്രേഷൻ പീരീഡാണ് 2 pi root of M by K. M എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിൽ നിന്ന് കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന മാസ. അപ്പോൾ K സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ഫ്രീക്വൻസി എടുത്താൽ ഇതിൻ്റെ റെസിപ്രോക്കൽ 1/2 pi root of K by M. ഈ എല്ലാണ് ഇവിടുത്തെ എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ എം. ഇവിടുത്തെ ജിയുടെ സ്ഥാനത്ത് ഇവിടെ കെ. ജി ആ റെസ്റ്റോറിങ് ഫാക്ടർ. ജി ഉള്ളതുകൊണ്ടായി പെൻഡിലം തിരിച്ച് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് മീൻ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന ഘടകം ജി ഇവിടെ. അതിന് പറയും ഇവിടെ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ് സ്പ്രിങ്ങിനെ പഴയ പൊസിഷൻ. അതുകൊണ്ട് ഇത് റെസ്റ്റോറിങ് ഫാക്ടറാണ് കെയും ജിയും. എമ്മും എല്ലും അതിൻ്റെ ഇനേർഷ്യ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇത്തരം വൈബ്രേഷൻസ് ഇതിനെ നാച്ചുറൽ വൈബ്രേഷൻസ് എന്ന് പറയാം. ഒരു പെൻഡുലം വെറുതെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതവിടെ കിടക്കും. നമ്മൾ ഒന്ന് തട്ടിക്കൊടുത്താൽ, ഒരു ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് വൈബ്രേഷൻ വിത്ത് എ ഡെഫിനിറ്റ് ഫ്രീക്വൻസി. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ആ പെൻഡുലത്തിൻ്റെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ചുള്ള ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്യും. അത് നമുക്ക് മാറ്റണമെങ്കിൽ ലെങ്ത് മാറ്റി കൊടുത്താലേ പറ്റും. ആ ഫ്രീക്വൻസിക്കാണ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി പെൻഡുലം എന്ന് പറയുക.
ഇതുപോലെ സ്പ്രിംഗ് ലോഡ് സിസ്റ്റത്തിലാണ് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കോൺസ്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഏത് സിസ്റ്റത്തിനും സ്വന്തമായിട്ടൊരു ഫ്രീക്വൻസി ഉണ്ടാവും. അതാണ് നാച്ചുറൽ ഫ്രീക്വൻസി. ദാറ്റ് ഡിപ്പെൻസ് ഓൺ ഇറ്റ്സ് സ്ട്രക്ചർ. ഒരു ബ്രിഡ്ജ് എടുത്തു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കടന്നു പോകുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്പാന്, അതിൻ്റെ ചില സ്ട്രെങ്ത് ക്വാണ്ടിറ്റികൾ, സ്ട്രെങ്തിനെ ഡിസൈഡ് ചെയ്യുന്നില്ല ക്വാണ്ടിറ്റികൾ, എക്സ്പോൺലെസ് ഇങ്ങനെയുള്ള പോകുമ്പോൾ കുടച്ചക്കറൊക്കെ കയറി വരും അവിടെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ. അപ്പോൾ അതിനൊരു പ്രത്യേക നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിൽ അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ when a system vibrates without the influence of an external agent is called natural vibrations. The vibrations executed by a body without the influence of an external agent are called natural vibrations. And the frequency of natural vibrations is called natural frequency. Natural frequency depends on the structure of the system. അത് ഓരോ കേസിലും ഓരോന്നാണ്. എന്നാൽ നമുക്കിതിനെ എന്തെങ്കിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ റെസ്റ്റോറിങ് ഫോഴ്സ് അപ്പോൾ നാച്ചുറൽ വൈബ്രേഷൻ നടത്തുന്നിടത്ത് ഒറ്റ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അത് റെസ്റ്റോറിങ് ഫോഴ്സാണ്. പെൻഡുലത്തിൻ്റെ കേസ് റെസ്റ്റോറിങ് ഫോഴ്സായിട്ട് വരുന്നത് mg sin തീറ്റയാണ്. ഞാൻ നേരത്തെ പോസ്റ്റിംഗ് ഒരു ചോദ്യം കാണിച്ചത്. സ്പ്രിങ്ങിൻ്റെ കേസിൽ സ്പ്രിങ് ഫാക്ടർ k ആണ്. അപ്പോൾ ഓരോ കേസിലും ഓരോന്നാ റെസ്റ്റോറിങ് ഫോഴ്സായിട്ട് വരുന്നത്. ഇനി മീഡിയവും ഈ വൈബ്രേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഏത് മീഡിയത്തിലിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ആ മീഡിയത്തിൽ നിന്ന് ഇതിന് വല്ല തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. അതിനെയാണ് ഡാമ്പിങ് ഫോഴ്സ് എന്ന് വിളിക്കുക. ഡാമ്പിങ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഡാമ്പിങ് ഫോഴ്സ് ഈസ് വൺ വിച്ച് കൺസ്യൂംസ് എനർജി ഓഫ് ദി ഓസിലേറ്റർ. ആസ് എ കോൺസിക്വൻസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് വിൽ decrease and ultimately it will come to rest. അപ്പോൾ ഡാമ്പിങ് ഉണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് അവസാനം ഇത് വന്നങ്ങ് നിൽക്കും. എനർജി മുഴുവനും ഡാമ്പിങ് ഫോഴ്സ് അങ്ങ് കൺസ്യൂം ചെയ്യും. മാത്രമല്ല ഫ്രീക്വൻസിയിൽ ചെറിയ വ്യത്യാസവും വരും. നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അല്പം വ്യത്യാസം ഉണ്ടാവും. ഇതുകൂടാതെ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ഇതിനെ വൈബ്രേറ്റ് ചെയ്യിക്കാം. നിങ്ങൾക്കറിയാം, ഒരു ഊഞ്ഞാലിലൊരു കുട്ടിയിരിക്കുന്നു, അത് ഒന്ന് തട്ടി വിട്ട് കഴിഞ്ഞാൽ നടത്തുന്നത് നാച്ചുറൽ ഓസിലേഷനാണ്. പക്ഷേ ഒരാൾ സ്ഥിരം നിന്നിങ്ങനെ തട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വേറൊരു ടൈപ്പ് മോഷനാണ്. കുഞ്ഞിനെ തൊട്ടിൽ കിടത്തിയിട്ട് ഇങ്ങനെ കയറ് കൊണ്ട് അമ്മച്ചി ഇങ്ങനെ പിടിച്ച് തെള്ളുകയും വലിക്കുകയും ചെയ്യുമ്പോൾ ഈ തൊട്ടിലാടും. പക്ഷേ അത് അതിൻ്റെ സ്വന്തം ഫ്രീക്വൻസിയിലല്ല, അമ്മച്ചിയുടെ ഇഷ്ടമുള്ള ഫ്രീക്വൻസിയിലാണ് ഈ തൊട്ടിലെ പാടുന്നത്. വെറുതെ ആടുമ്പോൾ ഉള്ള ഫ്രീക്വൻസി അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അമ്മ വലിയ ആട്ടും, അപ്പം കൂടുതൽ ഫ്രീക്വൻസിയിലാടും. സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഫ്രീക്വൻസിയിലാട്ടും. അപ്പം അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസിയിലാണ് ഊഞ്ഞാലിനെ ആട്ടാം. ഊഞ്ഞാലും പോട്ടെ, തൊട്ടിൽ ആട്ടാം. അപ്പോൾ അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി അവിടെ വരുന്നില്ല. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിൻ്റെ സ്വാധീനത്തിൽ ഒരു വസ്തുവിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നതിനെയാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് അല്ലെ ഡ്രിവൺ ഓസിലേഷൻസ് എന്നൊക്കെ പറയും. ഈ ഡ്രിവൺ ഓസിലേഷൻസിൽ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഓസിലേഷന് പ്രേരിപ്പിക്കുന്ന ഘടകം, അതിന് ഡ്രൈവർ എന്നാ പറയുക. തൊട്ടിലിൻ്റെ കേസിൽ അമ്മച്ചിയാണ് ഡ്രൈവർ. രണ്ട്, ഇതിന് വിധേയമായിട്ട് ആടുന്ന വസ്തു, അതിനെ ഡ്രിവൺ എന്നാ പറയുക. ഇവിടെ കുഞ്ഞാണ് ഡ്രിവൺ, കുട്ടിയാണ് ഡ്രിവൺ. അപ്പം ഡ്രൈവറും ഡ്രിവണും. ഡ്രിവണിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. കുഞ്ഞിന് ഫ്രീക്വൻസി ഉണ്ടെന്നല്ല അർത്ഥം. ആ തൊട്ടിലിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. ഡ്രൈവർ അടിച്ചേൽപ്പിക്കുന്ന ഫ്രീക്വൻസി ഉണ്ട്, അതാ ഡ്രൈവർ ഫ്രീക്വൻസി. ഇത് രണ്ടും വ്യത്യസ്തമായിരിക്കും.
പക്ഷേ ഡാമ്പിങ് വളരെ കുറവാണെങ്കിൽ, എയറിൻ്റെ തടസ്സമൊക്കെ വളരെ കുറവാണെങ്കിൽ ഈ നാച്ചുറൽ ഫ്രീക്വൻസിയും ഡ്രൈവർ ഫ്രീക്വൻസിയും തുല്യമാകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കയറി അങ്ങ് മാക്സിമം ആകും. അതായത് നാച്ചുറൽ ഫ്രീക്വൻസി സിസ്റ്റത്തിൻ്റെ ഏതാണോ ആ ഫ്രീക്വൻസിയിൽ തന്നെ ഈ ഡ്രൈവർ അതിനെ ആട്ടാൻ പ്രേരിപ്പിച്ചാൽ ആംപ്ലിറ്റ്യൂഡ് കൂടിക്കൊണ്ടേയിരിക്കും. ഈ പ്രതിഭാസത്തിനാണ് ആംപ്ലിറ്റ്യൂഡ് റെസോണൻസ് എന്ന് പറയുക. അപ്പോൾ when the driver frequency becomes equal to the natural frequency of a system, of a vibrating system, its amplitude will become maximum. This phenomenon is known as amplitude resonance or simply resonance. ഈ റെസോണൻസ് നടക്കുമ്പോൾ ദി സിസ്റ്റം വിൽ അബ്സോർബ് മാക്സിമം എനർജി ഫ്രം ദി ഡ്രൈവർ. ആ ഡ്രൈവറാണല്ലോ ഇതിന് എനർജി കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം എനർജി അബ്സോർബ് ചെയ്യും റെസോണൻസ് നടക്കുമ്പോൾ. അപ്പോൾ ഈ പല ഫ്രീക്വൻസിയിലോസ് ഇതൊക്കറിയാം. ഒരു ഊഞ്ഞാൽ തന്നെ എടുക്കുക. ഊഞ്ഞാലൊരു കുട്ടിയെ ഇരുത്തിയിട്ട് ഒരു തട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മളങ്ങ് മാറുക. ആ കുറച്ച് നേരം ഇങ്ങനെ അതിൻ്റെ ആ ഊഞ്ഞാലിൻ്റെ നീളത്തിനനുസരിച്ചുള്ള ഫ്രീക്വൻസിയിൽ ഇത് ആടിക്കൊണ്ടേയിരിക്കും. അതിന് റെസിസ്റ്റൻസ് എയറിൻ്റെ ഉള്ളത് കൊണ്ട് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞങ്ങ് നിൽക്കുക. നേരെ മറിച്ച് ഇടയ്ക്കിടയ്ക്ക് തോന്നിയ സമയത്തൊക്കെ ചെന്ന് ഓരോ തട്ട് കൊടുക്കുക. ഒരു ക്രമമില്ലാത്ത രീതിയിൽ തട്ട് കൊടുക്കുക. അപ്പോൾ ഊഞ്ഞാൽ കിടന്ന് ഒലയത്തേ ഉള്ളൂ, ആംപ്ലിറ്റ്യൂഡ് കൂടുകയല്ല, ചിലപ്പോൾ ഇതങ്ങ് നിന്നും പോവും. പക്ഷേ ഏതെങ്കിലും ഒരു എക്സ്ട്രീം പൊസിഷനിൽ വരുമ്പോൾ മാത്രം ഒരു തട്ട് കൊടുക്കുക. വീണ്ടും അടുത്ത പ്രാവശ്യം എക്സ്ട്രീം പൊസിഷൻ വരുമ്പോൾ ഒരു തട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ തവണ ഒരു എക്സ്ട്രീം പൊസിഷനിൽ വരുമ്പോഴും ഓരോ തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളീ തട്ടുന്നത് ഊഞ്ഞാലിൻ്റെ അതേ ഫ്രീക്വൻസിയിലാണ് തട്ടുന്നത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് അങ്ങ് കൂടും. റെസോണൻസ് നടന്നു എന്ന് പറയാം. അപ്പോൾ റെസോണൻസ് നടക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടും. ഈ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നത് ഇപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ ഡ്രൈവർ ഫ്രീക്വൻസി അപ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ പ്രേരിപ്പിക്കുന്നത് ഏത് ഫ്രീക്വൻസിയിൽ ആടാൻ പ്രേരിപ്പിക്കുന്നു ആ ഫ്രീക്വൻസി, അതിനെ ഡ്രൈവർ ഫ്രീക്വൻസി, അത് എക്സ് ആക്സിസ് കൂടെ പ്ലോട്ട് ചെയ്യുന്നു. ആംപ്ലിറ്റ്യൂഡ് വൈ ആക്സിസിൽ കൂടെ പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ഗ്രാഫ് അതിൻ്റെ ഇങ്ങനെ ഇരിക്കും. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ FR എന്ന് പറയുന്നൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കൂടുതലാണ്. ഈ ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കൂടുന്ന ആ പ്രതിഭാസമാണ് റെസോണൻസ്. അതേത് ഫ്രീക്വൻസി നടക്കുന്നോ അതാണ് റെസോണൻറ്റ് ഫ്രീക്വൻസി, FR എന്ന് പറയുന്നത്. FRനൊക്കെ കൂടിയ ഫ്രീക്വൻസി ആയാലും കുറഞ്ഞ ഫ്രീക്വൻസി ആയാലും ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും. ആ റെസോണൻറ്റ് ഫ്രീക്വൻസി ആ വസ്തുവിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് തുല്യമാണ്. ഇപ്പോൾ റെസോണൻസ് നടക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് അങ്ങ് മാക്സിമം ആവും. അതുകൊണ്ടാണ് ഈ പട്ടാളക്കാരൊക്കെ മാർച്ച് ചെയ്ത് പോകുമ്പോൾ ചില ടെമ്പററി ബ്രിഡ്ജസൊക്കെ കടന്നു പോകേണ്ടി വരുമ്പം ക്യാപ്റ്റൻ ഓർഡർ ചെയ്യും, മാർച്ചിങ് നിർത്തിയിട്ട് വെറുതെ സാധാരണക്കാർ നടന്നു പോകുന്ന പോലെ പോകാൻ പറയും. The soldiers are ordered to break their regular marching while crossing temporary bridges. Crossing a temporary bridge. Why? When they march, they are exerting periodic force on the bridge, and the bridge is set into forced vibrations. Then, if resonance occurs, the bridge will execute vibrations with maximum amplitude and it may break. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് വെറുതെ നടന്നു പോകുമ്പോൾ റെഗുലറായിട്ടുള്ള ഒരേ രീതിയിലല്ലല്ലോ നടന്നു പോകുന്നത്. എല്ലാം രണ്ടുപേര് നടക്കുന്ന ഒരേ രീതിയിലല്ലല്ലോ, ഒരേ ഫ്രീക്വൻസിയിലല്ല കാലിലെടുത്ത് വെക്കുന്നു പോകുന്നൊക്കെ. അപ്പോൾ റെസോണൻസ് നടക്കുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടുകയും സിസ്റ്റം ചിലപ്പോൾ തകരുകയും ചെയ്യാം. ബ്രിഡ്ജിന് പാലത്തിൽ കൂടെ വണ്ടി കടന്നു പോകുമ്പോൾ പാലം കുലുങ്ങും. അതിന് കിട്ടുന്ന ഫ്രീക്വൻസി അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക്
തുല്യമാണ്, വലിയ ആംപ്ലിറ്റ്യൂഡ് കുലുങ്ങും, പാലം തകരാൻ സാധ്യതയുണ്ട്. ഇത് നടന്നിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇതുപോലെ പാലം പണിഞ്ഞ് 4 മാസം കൊണ്ട് തകർന്ന സസ്പെൻഷൻ ബ്രിഡ്ജുണ്ട് കാറ്റുകൊണ്ട്. അപ്പോൾ ഇത് ഡേഞ്ചറസ് ആണ്, അറ്റ് ദി സെയിം ടൈം ഗുണവും ചെയ്യും. ഇലക്ട്രോണിക് സർക്യൂട്ട്സിലൊക്കെ റെസോണൻസ് വളരെ ഉപകാരപ്രദമാണ്. ഒരു ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്ത് ഇട്ട് ഒരു ട്യൂബിൽ വെള്ളം നിറയ്ക്കുക, ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് വെള്ളത്തിൻ്റെ ലെവൽ കുറേശ്ശെ കുറയ്ക്കുക. ഒരു പ്രത്യേക ലെവലിൽ വെള്ളം എത്തിക്കഴിയുമ്പോൾ ബൂം എന്നൊരു സൗണ്ട് കേൾക്കാം. കാരണം ഈ വെള്ളത്തിന് മുകളിലുള്ള എയർ കോളം ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്വാധീനത്തിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് നടത്തുന്നുണ്ട്. ആ എയർ കോളത്തിൻ്റെ ഫ്രീക്വൻസി എയർ കോളത്തിൻ്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്കറിയാം ക്ലോസ് വൈബ് ആകുമ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഈസ് V/4L. ഈ ഫ്രീക്വൻസി, അതതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി, അതും ട്യൂണിംഗ് ഫോർക്കിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് ഇവിടുത്തെ ഡ്രൈവർ, രണ്ടിൻ്റെ ഫ്രീക്വൻസി ഈക്വൽ ആകുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ബൂമിങ് സൗണ്ട്, വലിയൊരു ശബ്ദം പുറത്തു വരികയും ചെയ്യും. അത് റെസോണൻസാണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് അറ്റ് റെസോണൻസ് occurs when frequency of the driver becomes equal to the natural frequency of the vibrator. Second point, amplitude of vibration becomes maximum. മൂന്നാമത്തെ പോയിന്റ്, നാച്ചുറൽ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞു, 2 പോയിൻറ്റും പറഞ്ഞു. മൂന്നാമത്തെ പോയിന്റ്, ദി സിസ്റ്റം അബ്സോർബ്സ് മാക്സിമം എനർജി അറ്റ് റെസോണൻസ്. ഇത്രയും പോയിൻറ്റ്സാണ് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കാനുള്ളത്. ആ ഗ്രാഫ് ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്നതൊക്കെ ചോദിക്കാം, ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ഇതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരും. താങ്ക് യു.